ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ചെടികൾ പരിചയപ്പെടുത്തിയ പോലെ ഞാൻ കൃഷി ചെയ്യുന്ന ചില തൈകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് എൻ്റെ ആപ്പിൾ ചാമ്പയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു തൈയാണ് ഇത്. ഒരു വർഷം ആവുന്നു, ടോട്ടൽ നോക്കുമ്പോൾ ഒരു വർഷം ആവുന്നു ഇത് വെച്ച് പിടിപ്പിച്ചിട്ട്. കായ്ച്ചതൊന്നുമില്ല, എന്നാലും ഇത് വിഷ്വലിൽ കാണുന്നതിനേക്കാൾ ഏറെ വളരെ പന്തലിച്ച് നിൽക്കുന്ന ഒരു തൈയാണ് ചാമ്പയുടെ. ഞാൻ കുറേ വിട്ടുനിന്നാണ് ഇത് എടുക്കുന്നത് കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു തൈയാണിത് കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട് ഇതിനെക്കുറിച്ച്. അടുത്തത് ഇതൊരു തെങ്ങും തൈയാണ്. ഞാൻ മലപ്പുറം എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ്. ആദ്യം ഇത് എൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെ ഇങ്ങനെ ഞാമ്പൊക്കെ വരുമല്ലോ, അതെന്തോ നാശമായിട്ട് പിന്നീട് അതിൻ്റേതായ രീതിയിലൊക്കെ പരിപാലിച്ചപ്പോൾ വീണ്ടും നമുക്ക് അത് രക്ഷപ്പെടുത്തി അതിനെ ഞാൻ. പിന്നെ ഇത് പൊട്ടുപുലാൻ ഉള്ള ഇനത്തിൽപ്പെട്ട ഒരു മാവിൻ തൈയാണ്. ഇത് ഞാൻ മേടിച്ച് വെച്ചതാണ്. നല്ല രസമാണ് ഇതിങ്ങനെ 4 ഭാഗത്തേക്ക് അതിൻ്റെ ശിഖരങ്ങളൊക്കെ ആയിട്ട് മുറ്റത്ത് നിൽക്കുന്നത് കാണാൻ വളരെയധികം ഭംഗിയാണ്. എന്നും ഞാൻ ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കാൻ ചെല്ലാറുണ്ട്. പിന്നെ ഇനി കാണിക്കാൻ പോകുന്ന ഈ മാവിൻ തൈ, അവിടെ ഒരു മാവിൻ തൈ ഉണ്ട് കേട്ടോ. അപ്പുറത്തെ വസ്തുന്ന് കുറേ വള്ളിച്ചെടികളൊക്കെ അതിൻ്റെ പുറത്തേക്ക് വീണിട്ടുണ്ട്. എങ്കിലും ഇത് മൂവാണ്ടനാണ്. ഇതെൻ്റെ മദർ നട്ടുപിടിപ്പിച്ചതാണ്. ഇത് നിങ്ങൾക്കറിയില്ലേ, ഈ ഒരു ചെടി നമ്മൾ ബിരിയാണിയിലും നെയ്ച്ചോറൊക്കെ ഇടുമ്പോഴും അതുപോലെ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇല ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രുചിയാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ ഞാൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ ഇത് ഉപയോഗപ്പെടുത്താറുണ്ട് കേട്ടോ. ഇതെൻ്റെ പുതിന ഇലയുടെ ചെറിയ ഒരു ശേഖരം എന്ന് പറയാം. ഇത് കുറേ നശിച്ചു പോയി കേട്ടോ, വെയിലൊക്കെ അടിച്ച് നശിച്ചു പോയി, വീണ്ടും കിളിത്ത് വരുന്നതാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു ചക്കയാണ്. ഒരു ചക്ക ഇനത്തിൽ പെടുന്ന ഒരു ചക്കയാണ്. കായ്ച്ചിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ വളർത്തിയ ഒരു തൈ എന്ന രീതിയിൽ കാണിക്കാനൊരാഗ്രഹം, അങ്ങനെ കാണിച്ചതാണ്. ഒരുപാട് ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അടുത്ത വർഷമൊക്കെ നമുക്ക് തരും എന്ന് പ്രതീക്ഷിക്കാം. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ തെങ്ങും ഞാൻ വെച്ച് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ പപ്പായ മരം നിറയെ പിടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10-30ഓളം ഞങ്ങൾ പഴുത്ത് ഞങ്ങൾ കഴിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു തരം കിഴങ്ങാണ്, മധുരക്കിഴങ്ങിൻ്റെ വള്ളിയാണ്. അവിടെ ഒരു ചാക്ക് കാണുന്നില്ല, ചാക്കിൽ ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ്. ഇതെൻ്റെ ഇഞ്ചി. ഒരു പൊട്ടിയ ബക്കറ്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഇഞ്ചി ബാക്കി വന്നത് ഞാൻ പിടിപ്പിച്ചതാണ്. ഇത് ചേമ്പ്, ഇതിൻ്റെ കിഴങ്ങ് നല്ല രസമാണ്. നമ്മുടെ ചമ്മന്തിയുടെ കൂടിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇതാണ്. ഇത് അറിയുമല്ലോ, അതിനെ താഴെ ഞാൻ കാണിച്ചത്. പിന്നെ ഇത് വിയറ്റ്നാം ഇനത്തിൽ പെടുന്ന ഒരു ചക്കയുടെ തൈയാണ്. ഇതും ഞാൻ ആ പൊട്ടുപുലാൻ മാങ്ങാ തൈൻ്റെ കൂടെ വാങ്ങിയ ഒരു ചക്കയുടെ തൈയാണ്. ഇത് അവക്കാഡോയുടെ കുരു ഞാൻ കുഴിച്ചിട്ട് വളർത്തിയെടുത്ത തൈയാണ്.